ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ 5ാമത്തെ പാർട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 40 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ PYQ ഡിസ്കഷൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ വരാറുണ്ട്. 2025 ഓഗസ്റ്റ് 24 നടന്ന സെറ്റ് മലയാളം പരീക്ഷയിലും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം ഉത്തരം മാത്രമല്ല, എന്തുകൊണ്ട് ആ ഉത്തരം വന്നു, മറ്റു ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പതിവ് പോലെ നമ്മൾ കടക്കുകയാണ്. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് നമ്പർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 40 ചോദ്യങ്ങൾ മുൻ പാർട്ടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 41ാമത്തെ ചോദ്യം മുതൽ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. റൂബായിയാത്ത് എന്ന പേർഷ്യൻ കാവ്യത്തിന്റെ വിവർത്തനമല്ലാത്ത കൃതി ഏത്? കീവേഡ് ശ്രദ്ധിക്കുക, വിവർത്തനമല്ലാത്ത കൃതി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പറഞ്ഞോളൂ. ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്ത് വിവർത്തനം പഠിക്കുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്നും ചോദിക്കുന്നതാണ്. ജീവിതോത്സവം, മധുരോത്സവം, രസികരസായനം, ജീവിതസമരം, ജീവിതോത്സവം, മധുരോത്സവം, രസികരസായനം. പറഞ്ഞേ, വിവർത്തനമാണ് നമ്മൾ നോക്കുന്നത്. ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്ത് പരിഭാഷകൾ. ഓക്കെ, അപ്പൊ റൂബായിയാത്ത് എന്നുള്ളത് ആരുടേതാണ്? ഉമർ ഖയ്യാമിന്റെ കാവ്യമാണ് എന്നുള്ളത് പറഞ്ഞു. രസികരസായനം എന്ന പേരിലെ പ്രസ്തുത കാവ്യത്തിന്റെ വിവർത്തനം തയ്യാറാക്കിയതാരാ? രസികരസായനം, ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്തിനെ രസികരസായനം എന്ന പേരിലെ വിവർത്തനം തയ്യാറാക്കിയതാരാ മക്കളെ? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. ഇനി മധുരോത്സവം എന്ന പേരിൽ ആരാണ് വിവർത്തനം തയ്യാറാക്കിയത്? മധുരോത്സവം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയത് ആരാണ്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചെങ്ങമ്പുഴയാണ്. ഓക്കെ, ജീവിതോത്സവം എന്ന പേരിൽ ആരാണ്? MP അപ്പനാണ്. MP അപ്പനാണ്. ജീവിതോത്സവം എന്ന പേരിൽ ആരാണ്? MP അപ്പനാണ് കൃതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി വിലാസലഹരി എന്ന പേരിലെ ഒരു വിവർത്തനം വന്നിട്ടുണ്ട്. അതാരാണ്? വിലാസലഹരി എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കിയത് ആരാ? വിലാസലഹരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. വിലാസലഹരി എന്ന പേരിലെ G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പാണ്. അപ്പൊ ജീവിതോത്സവം, മധുരോത്സവം, രസികരസായനം. രസികരസായനം KM പണിക്കര്, മധുരോത്സവം ചെങ്ങമ്പുഴ, ജീവിതോത്സവം MP അപ്പൻ, വിലാസലഹരി ആരാണ്? G ശങ്കരക്കുറുപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഒമർ ഖയ്യാമിന്റെ റൂബായിയാത്തിനെ മലയാളത്തിൽ വന്ന ആദ്യ പരിഭാഷ ഏതാ? ആദ്യ പരിഭാഷ അത് ജീവിത രഹസ്യമാണ്. ജീവിത രഹസ്യം ആരാണ്? P ഗോവിന്ദമേനോനാണ്. P ഗോവിന്ദമേനോൻ. അപ്പൊ റൂബായിയാത്ത് എന്നുള്ളത് ഒമർ ഖയ്യാമിന്റെ കാവ്യമാണ്. പ്രസ്തുത കാവ്യത്തിന് മലയാളത്തിൽ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ വിവർത്തനം വന്നത് ജീവിത രഹസ്യം എന്ന പേരിലെ P ഗോവിന്ദമേനോൻ തയ്യാറാക്കിയ വിവർത്തനമാണ്. പിന്നെ ജീവിതോത്സവം MP അപ്പൻ, മധുരോത്സവം ചെങ്ങമ്പുഴ, രസികരസായനം KM പണിക്കർ, വിലാസലഹരി എന്ന പേരിലെ G ശങ്കരക്കുറുപ്പും പ്രസ്തുത കാവ്യത്തിന് എന്ത് തയ്യാറാക്കിയിട്ടുണ്ട്? യെസ്, വിവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ റൂബായിയാത്ത് എന്ന പേർഷ്യൻ നാടകത്തിന്റെ വിവർത്തനം അല്ലാത്ത കൃതി ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ പറഞ്ഞ ഏതാണ് വിവർത്തനം അല്ലാത്ത കൃതി? എല്ലാവരും പറഞ്ഞത് ഏതാണ്? ജീവിത സമരം എന്നുള്ളതാണ്. ജീവിത സമരം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജീവിത സമരം എന്നുള്ളത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ആരുടെ കൃതിയാണ്? ജീവിത സമരം എന്നുള്ളത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ആരുടെ കൃതിയാണ്? പറഞ്ഞേ. ഈ ജീവിത സമരവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജീവിത സമരം എന്നുള്ളത് ആത്മകഥാ വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്. ആരുടെ ആത്മകഥയാണ് ജീവിത സമരം? ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? C കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. ക്ലിയർ അല്ലേ? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ, റൂബായിയാത്തിന്റെ വിവർത്തനങ്ങളാണെങ്കിലും ജീവിത സമരമാണെങ്കിലും. ഇനി അടുത്ത ചോദ്യം, അമ്മ മലയാളം എന്ന കവിത രചിച്ചതാര്? ഏഴാച്ചേരി രാമചന്ദ്രൻ, കുരീപ്പുഴ ശ്രീകുമാർ, മണമ്പൂർ രാജൻ ബാബു, പുനലൂർ ബാലൻ. ആരാണ് അമ്മ മലയാളം എന്ന പേരിലെ കവിത രചിച്ചത്? അമ്മ മലയാളം എന്ന പേരിൽ കവിത രചിച്ചത് ആരാ?
റിപ്പീറ്റഡ് ആണ് ഈ ചോദ്യം. ഈ കവിതയും ഇതിലെ വരികളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ആണോ മക്കളെ? ആരാണ് അമ്മ മലയാളം എന്ന പേരിലെ കവിത രചിച്ചത്? അമ്മ മലയാളം. യെസ്, കുരീപ്പുഴ ശ്രീകുമാർ ആണ് കേട്ടോ അമ്മ മലയാളം. ഓക്കെ. നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ, ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയെ? വീണപൂവിന്റെ ശിരസ് ചോദിക്കുന്നു, പ്രേമ സംഗീത തപസ് ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നഭസ് ചോദിക്കുന്നു, മണിനാഥമാർന്ന മനസ്സ് ചോദിക്കുന്നു, പാടും പിശാശി ശപിച്ചു ചോദിക്കുന്നു, പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു, കളിയച്ചനെയ്ത കിനാവ് ചോദിക്കുന്നു, കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു, പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ട് തടച്ചു ചോദിക്കുന്നു, എവിടെ എവിടെ സഹ്യപുത്രി മലയാളം. ഇതിലെപ്പോഴും ചോദിക്കുന്ന ഈ വരികളൊക്കെ ഇതിലെപ്പോഴും ചോദിക്കുന്ന വരികളാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ ആരുടെ മുദ്ര ഇതാരുടെ ചോര, ആരുടെ അനാഥമാ മുറവിളി, ആരുടെ നിലയ്ക്കാത്ത നിലവിളി, ഈ വരിയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ വരി അതും ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, അതേതായിരുന്നു ആ വരി? ഈ കവിതയുടെ അവസാനത്തെ വരി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ്, എനിക്കത് ഓർമ്മ വരുന്നില്ല. അമ്മ മലയാളം കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതയാണ് അമ്മ മലയാളം. അപ്പൊ കുരീപ്പുഴ ശ്രീകുമാറിന്റെ മറ്റു കവിതകൾ ഏതൊക്കെയാ? കുരീപ്പുഴ ശ്രീകുമാറിന്റെ മറ്റു കവിതകൾ ഏതൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്ന കവിതകൾ പറഞ്ഞേ. കുരീപ്പുഴ ശ്രീകുമാർ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കണം, ഇതുപോലെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കുരീപ്പുഴ ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ മറ്റ് പെണങ്ങനുണ്ണി, അല്ല പെണങ്ങുണ്ണി, രാഹുലൻ ഉറങ്ങുന്നില്ല, കീഴാളൻ, യക്ഷിയുടെ ചുരിദാർ, നഗ്ന കവിതകൾ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യക്ഷിയുടെ ചുരിദാർ, നഗ്ന കവിതകൾ. ഓക്കെ. പിന്നെ ഏതാണ്? നഗരത്തിലേക്ക് ഒരു ടിക്കറ്റ്. ഇതൊക്കെ ആരുടെ കവിതകളാണ്? കുരീപ്പുഴ ശ്രീകുമാറിന്റെ കവിതകളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഒരാളെയും കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതകൾ ഏതൊക്കെയാ? പത്രപ്രവർത്തകൻ കൂടിയാണ് കേട്ടോ അദ്ദേഹം, ഏഴാച്ചേരി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലകവിതകൾ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ. തങ്കവും തൈമാവും, അത് ചോദിച്ചിട്ടുണ്ട്. തങ്കവും തൈമാവും. പിന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കവിത ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഏഴാച്ചേരി രാമചന്ദ്രൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാറ്റു ചുക്കിയ തെളിമണലിൽ, ഏഴാച്ചേരി രാമചന്ദ്രന്റെ കൃതികൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 43ാമത്തെ ചോദ്യം. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്ന 4 ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്ന കൃതി ഏത്? കോട്ടം തീർന്ന കോട്ടയം കഥകൾ, ഇതാരുടെ കഥകളിലെ? കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കഥകളാണ്? കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കഥകളാണ് മക്കളെ? കോട്ടം തീർന്ന കോട്ടയത്ത് തമ്പുരാന്റെ കഥകളാണ്. എന്ത് കഥകള്? ചെറുകഥയാണോ? കോട്ടം തീർന്ന കോട്ടയം കഥകൾ എത്ര എണ്ണ? 4 എണ്ണം. ഏതൊക്കെയാണോ? ആരുടേതാണത്? കോട്ടയത്ത് തമ്പുരാന്റേതാണ്. പഠിക്കാൻ കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് തമ്പുരാന്റെ കൃതി പഠിക്കാനുള്ള കോഡ് എന്തായിരുന്നു? ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലെ, അറിയോ? കോട്ടയത്ത് തമ്പുരാൻ ബഗക്കിനി എന്നുള്ള കോഡ് പഠിച്ചേക്കുക. ബഗക്കിനി, ബിക്കിനി എന്നൊന്നും പോയിട്ട് പറഞ്ഞേക്കല്ലേ. ഭഗക്കിനി എന്നുള്ള കോഡ് പഠിച്ചു വെച്ചാൽ മതി. കോട്ടയത്ത് തമ്പുരാന്റെ കൃതികൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഏതാണ് ഭഗക്കിനി എന്നൊക്കെ പറയുമ്പോ ഏതൊക്കെ കവിതകളാണ് അവിടെ? ഏതൊക്കെ ആട്ടക്കഥകളാണ് അവിടെ വരുന്നത്? ഏതൊക്കെ ആട്ടക്കഥകളാണ് വരുന്നത്?
പറഞ്ഞേ മക്കളെ. കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയം എന്ന് പറഞ്ഞൊരു കോട്ടയം കഥകൾ 4 എന്ന് വെൺമണി മഹാനാണ്. വെൺമണി മഹൻ വിശേഷിപ്പിച്ചു. ഏതൊക്കെയാണ് ഈ കോട്ടയം തീർന്ന കോട്ടയം കഥകള്? ഭഗ, ഏതാണ്? ഭഗവധം. കല്യാണ സൗഗന്ധികം. കിർമീരവധം. ഇനി നിവാധ കവച കാലകേയ വധം. ഓക്കെ, കോട്ടം തീർന്ന കോട്ടയം കഥകൾ. ഓക്കെ, ഭഗക്കിനി എന്നുള്ള കോഡ് പഠിച്ചേക്കുക. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാദ കവച കാലകേയവധം. ഓക്കെ, അപ്പൊ ഇവിടെ താടകാവധമല്ല, പാർവതി പരിണയമല്ല, കുചേലവൃത്തമല്ല, ഏതാണ്? ഭഗവതമാണ്. ആരുടെ? കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകളിലെ ഉൾപ്പെടുന്ന കഥകൾ. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാദ കവച കാലകേയവധം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിലെ ഏതിലാണ് സുലളിത പദവിന്യാസ എന്ന് തുടങ്ങുന്ന പദം വരുന്നത്? സുലളിത പദവിന്യാസ. സുലളിത പദവിന്യാസ എന്ന് തുടങ്ങുന്ന പദം വിവാദ കവച കാലകേയ വധത്തിലാണ്. വിവാദ കവച കാലകേയ വധത്തിലാണ് ഇത് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതുപോലെ തന്നെ ഒരാളുടെ കഥകള് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഇരയിമ്മൻ തമ്പി. ഓക്കെ, ഉദഗി എന്ന കോഡ്. ഉദഗി കീ തന്നെ പഠിക്കണേ. ഉദഗി എന്നുള്ള കോഡ് പഠിച്ചേക്കുക. ഏതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ആട്ടക്കഥകള്? ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. യെസ്, ക്ലിയർ അല്ലേ മക്കളെ? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത്. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി കരുണ ചെയ്യാനെന്ത് താമസം കൃഷ്ണ എന്നുള്ള കീർത്തന രചിച്ചിരിക്കുന്നത് ആരാണ്? ഇരയമ്മൻ തമ്മിയാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന അതിപ്രസിദ്ധമായിട്ടുള്ള താരാട്ടുപാട്ട് ആരുടേതാണ്? ഇരയമ്മൻ തമ്മിയുടേതാണ്. ഏതാണ്? ഓമന തിങ്കൾ കിടാവോ. അപ്പൊ ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. ഈ ഓമന തിങ്കൾ കിടാവോ അത് താരാട്ടുപാട്ടാണെന്നറിയാം. ഇതിലെ അലങ്കാരം ഏതാ? അറിയോ? ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമര പൂവോ? ഒരു ചോദ്യമാണ്. യെസ്, വെരി ഗുഡ്. അത് തന്നെയാണ്, സസന്ദേഹമാണ് അല്ലെ? സസന്ദേഹമാണ്. ഓക്കെ, ഓമന തിങ്കൾ കിടാവോ. ഓക്കെ, പിന്നെ കീചകവധവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ്, ഒരു ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്നതാണ്. ശോണീന്ദ്ര പത്നിയുടെ വാലിൻ നിമിഷ്യ പുനരേണീ വിലോചന നടുങ്ങി എന്നുള്ള ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്നത് ഏതിലെയാണ്? കീചകവധത്തിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കീചകവധവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള വരിയാണ് ശോണീന്ദ്ര പത്നിയുടെ വാലിൻ നിമിഷ്യം പുനരേണീ വിലോചന നടുങ്ങി എന്നുള്ളത്. അതുപോലെ ഇപ്പൊ നമ്മളെല്ലാവരും ഓണക്കാലത്ത് കേൾക്കുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള കുമ്മി ഉണ്ട് തിരുവാതിരക്കളിയിലെ, വീര വീരാട കുമാര വിഭു എന്ന് തുടങ്ങുന്നത് ഇല്ലേ? ആ കുമ്മി ഏത് ആട്ടക്കഥയിലുള്ളതാണെന്ന് അറിയോ? ഉത്തരാസ്വയംവരത്തിലാണ്. വീരവിരാട കുമാര വിഭോ എന്നുള്ളത് ഏതിലാണ്? ഉത്തരാസ്വയംവരത്തിലാണ് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്, ഇത്രയും കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മള് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ആട്ടക്കഥയിലെ ഇരയമ്മൻ തമ്മിയെയും അതുപോലെ തന്നെ കോട്ടയം കഥകളാണ് നമ്മൾ നോക്കിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 44ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പൈതൃക കലാരൂപം എന്ന നിലയ്ക്ക് യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരള കല ഏത്? മുടിയേറ്റി, കുമ്മാട്ടി, പടയണി, ചവിട്ടുനാടകം. പറഞ്ഞോ. ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അതിൽ പറയാനില്ല. താഴെ പറയുന്നവയിൽ പൈതൃക കലാരൂപം എന്ന നിലയിലെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കലാരൂപം ഏതാണ്? ഉത്തരം പറഞ്ഞേ. ഏത് കലാരൂപമാണത്? ഏതാണ്? അതാണെന്ന് പറയില്ല, ഏതാണെന്ന് പറ. യെസ്, ഏതാണത്? എ ഓർ സി? പിന്നെ ഇത്ര ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സി,
കുറെ പേര് സി ആണോ പറയുന്നേ? ആവണി എ പറയുന്നു. കുമ്മാട്ടി അല്ല, പടയണി അല്ല, ചവിട്ടുനാടകം അല്ല, മുടിയേറ്റ്. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, മുടിയേറ്റും കൂടിയാട്ടവും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2 കേരളീയ കലാരൂപങ്ങൾ. ഒന്ന് മുടിയേറ്റും, ഒന്ന് കൂടിയാട്ടവും. മക്കളെ ഒരു കാര്യം, നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ എന്താണ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോ കാണാറില്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് യുനെസ്കോയുടെ പൈതൃകം നേടിയ കേരള കലാരൂപങ്ങൾ എന്ന പേരിൽ കൂടിയാട്ടവും കഥകളിയും കൊടുത്തത്. ഒരുപാട് കുട്ടികൾ ഈ ഡൗട്ടായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. മുടിയേറ്റിനും കൂടിയാട്ടത്തിനുമാണ് കേട്ടോ യുനെസ്കോയുടെ കേരള പൈതൃക കലാരൂപം എന്ന നിലയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. മുടിയേറ്റ്, കൂടിയാട്ടം. ഇനി തെറ്റിക്കില്ലല്ലോ. മുടിയേറ്റ് ഏത് പുരാവൃത്തവുമായി ബന്ധപ്പെടുന്ന കലാരൂപമാണ്? മുടിയേറ്റ് ഏത് പുരാവൃത്തവുമായിട്ട് ബന്ധപ്പെടുന്ന കലാരൂപമാണ്? മുടിയേറ്റ് പറഞ്ഞേ. മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തവുമായി ബന്ധപ്പെടുന്നതാണ് അല്ലെ? യെസ്, കാളിദാരിക പുരാവൃത്തവുമായിട്ട് ബന്ധപ്പെടുന്ന കലാരൂപമാണ് ഏത്? മുടിയേറ്റ്. കുമ്മാട്ടിക്കളി ഓണവുമായി ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂർ ജില്ലയിലൊക്കെ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടൗണിലൊക്കെ ഫുൾ ഫ്ലക്സ് നിറഞ്ഞിരിക്കും കുമ്മാട്ടിയുടെയും പുലിക്കളിയുടെയും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് മുടിയേറ്റ് എന്നുള്ളത് കാളിദാരിക പുരാവൃത്താണ് എന്ന് വെക്കുക. പർപ്പടകപ്പുല്ല് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ പുല്ലിന് വേറെ എന്തെങ്കിലും പേര് പറയും. പർപ്പടകപ്പുല്ല് ദേഹത്ത് മൊത്തം വലിഞ്ഞു കെട്ടി നടത്തുന്ന ആഘോഷം ഏത് എന്നുള്ള രീതിയിൽ, കലാരൂപം ഏത് എന്നുള്ള രീതിയിൽ സെറ്റ് പരീക്ഷയ്ക്ക് തന്നെ കുമ്മാട്ടി ചോദിച്ചിട്ടുണ്ട്. പടയണി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചോദ്യത്തിൽ നോക്കാം, അതുകൊണ്ട് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യാണ്. പിന്നെ ഉള്ളത് ചവിട്ടുനാടകമാണ്. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? ചവിട്ടുനാടകം ഏത് വൈദേശിക ശക്തിയുടെ സംഭാവനയാണ് ചവിട്ടുനാടകം? യെസ്, ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അവരുടെ സംഭാവനയാണ്. ഓക്കെ, ഇനി ഇതിവൃത്തം എന്താണ്? ചവിട്ടുനാടകത്തിന്റെ ഇതിവൃത്തം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബൈബിൾ പശ്ചാത്തലാണ് അല്ലെ? ബൈബിൾ കഥകളാണ് ഇതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇനി ചവിട്ടുനാടകത്തിലെ വിദൂഷകന്റെ പേരെന്താ? ചവിട്ടുനാടകത്തിലെ വിദൂഷകൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ചവിട്ടുനാടകത്തിലെ വിദൂഷകൻ കട്ടിയക്കാരൻ. ചവിട്ടുനാടകത്തിലെ വിദൂഷകനാണ് ആര്? കട്ടിയക്കാരൻ. കിട്ടിയോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, 45-ാമത്തെ ചോദ്യം. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ച കവി? നിരണത്ത് രാമപ്പണിക്കർ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, വെൺമണി മഹൻ, പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ചതാരാ? ഓക്കെ, ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരി ഏത് കാവ്യത്തിലേതാണ്? നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കേ ശരണം എന്നുള്ള വരി ഏത് കാവ്യത്തിലേതാണ്? അറിയോ? കേരളം. ഡൗട്ടൊന്നും വേണ്ടെങ്കില, കേരളം ഉറപ്പിച്ചോ. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്നുള്ളത് കേരളം എന്നുള്ള കാവ്യത്തിലെ വരികളാണ്. ഓക്കെ, അടുത്തത് 47-ാമത്തെ ചോദ്യം. ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്ത്? നമ്മൾ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ലീലാതിലകം നമ്മൾ മുൻപ് ഒരു ചോദ്യത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താ? ശില്പം എന്നാണ്. ഓക്കെ, ശില്പം. അപ്പൊ പർവം ഏതിലേതാ? പർവം ഏത് കൃതിയിലാണ് പർവങ്ങളാക്കി തിരിച്ചിരിക്കുന്നത്? സ്ത്രീ പർവം, ദ്രോണപർവം, യെസ്, മഹാഭാരതം. കാണ്ഡങ്ങളാക്കി തിരിച്ചിരിക്കുന്നതോ? കാണ്ഡം, രാമായണം. എത്ര കാണ്ഡങ്ങളുണ്ട്? 6 കാണ്ഡങ്ങളുണ്ട്. പടലം 164 പടലങ്ങളും 1814 പാട്ടുകളും ഉള്ള ഒരു കൃതി, രാമചരിതം. കിട്ടിയോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്.
ലീലാതിലകങ്ങളിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ശില്പം എന്നാണ്. എത്ര ശില്പങ്ങളുണ്ട് ലീലാതിലകത്തിൽ? ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? 8 ശില്പങ്ങളാണുള്ളത്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 48ാമത്തെ ചോദ്യം. ഡെത്ത് ഓഫ് ദി ഓതർ ആരുടെ കൃതിയാണ്? എന്റെ മക്കളെ, ഇതൊക്കെ എത്ര വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യം. ഡെത്ത് ഓഫ് ദി ഓതർ ആരുടെ കൃതിയാണ്? ഡാനിയൽ ബെൽ, ജാക്കോബ്സൺ, ഷോവാൾട്ടർ, റൊളാങ് ബാർത്ത്. എല്ലാവരും ഉത്തരം പറയണം, കാരണം ഇത് അത്രയും റിപ്പീറ്റഡ് ആണ്. യെസ്, ഓപ്ഷൻ ഡി റൊളാങ് ബാർത്ത്. ഗ്രന്ഥകാരന്റെ മരണം എന്നുള്ള ആശയം. ഗ്രന്ഥകാരന്റെ മരണം, ഡെത്ത് ഓഫ് ദി ഓതർ ആരുടേതാണ്? റൊളാങ് ബാർത്തിന്റേതാണ്. ഓക്കെ, അടുത്തത് 49ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അർദ്ധസമവൃത്തത്തിന്റെ ഉദാഹരണം ഏത്? മന്ദാക്രാന്ത, ഉദ്ഗത, വിയോഗിനി, വസന്തതിലകം. അർദ്ധസമവൃത്തത്തിന് ഉദാഹരണം ഏതാണ് എന്നുള്ള ഒരു കുഞ്ഞു ചോദ്യം. അർദ്ധസമവൃത്തം. വൃത്താലങ്കാരങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും ഒരുപോലെ ചോദിക്കുന്നതാണ്. ഓക്കെ, പറഞ്ഞ ഏതാണ്? ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്യെങ്കിലും ചെയ്യും. പറഞ്ഞ മക്കളെ, ഏതാണ് വൃത്തം? അർദ്ധസമവൃത്തം. ആർക്കും കിട്ടുന്നില്ലേ? ആൻസർ വിയോഗിനിയാണ്. വിയോഗിനിയാണ്. ഓക്കെ, വിയോഗിനി. വിയോഗിനി ഒരു എന്താണ്? അർദ്ധസമവൃത്തമാണ്. വിയോഗിനി എന്താണ്? അർദ്ധസമവൃത്തമാണ്. ഇനി മന്ദാക്രാന്ത വൃത്തത്തിന്റെ പ്രത്യേകത എന്താ? മന്ദാക്രാന്ത വൃത്തത്തിന്റെ പ്രത്യേകത എന്താ? എന്ത് വൃത്ത മന്ദാക്രാന്ത? മന്ദാക്രാന്ത എന്ത് വൃത്ത മക്കളെ? മന്ദാക്രാന്ത എന്നുള്ള വൃത്തം എന്ത് വൃത്ത? മോശം മോശം മോശം. മന്ദാക്രാന്ത സന്ദേശകാവ്യവൃത്തം. സന്ദേശകാവ്യവൃത്തം. വിയോഗിനി എന്ത് വൃത്ത? വിയോഗിനി വൃത്തം കൂടുതലായിട്ട് എന്തിനു ഉപയോഗിക്കുക? വിയോഗിനി വൃത്തം സാധാരണയായിട്ട് വിയോഗിനി വൃത്തം എന്തിനാ മക്കളെ കൂടുതലായിട്ട് ഉപയോഗിക്കുക? അർദ്ധസമവൃത്താണിത്. മഹാകാവ്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചിന്താവിഷ്ട സീതയിലെ വൃത്തം ഇതാണ്. വിലാപകാവ്യ വൃത്തം എന്നും പലരും പറയാറുണ്ട്. ഓക്കെ, ചിന്താവിഷ്ടയായ സീത, അതുപോലെ തന്നെ ഉള്ളൂരിന്റെ ഉമാകേരളം വിയോഗിനി വൃത്തം ഉപയോഗിച്ചിട്ട് എഴുതിയതാണ്. വിഷമേ സസജ്ജം ഗവും സമേ സഭരം ലം ഗുരുവും വിയോഗിനി. അത് തന്നെയാണെന്ന് തോന്നുന്നു. ചിന്താവിഷ്ടയായ സീതയിലും ഉമാകേരളത്തിലും ഉപയോഗിക്കുന്ന വൃത്താണ് കേട്ടോ വിയോഗിനി വൃത്തം. വസന്തതിലക വൃത്തം. വസന്തതിലക വൃത്തത്തിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കവിത ഏതാ? വസന്തതിലകത്തിൽ എഴുതിയിട്ടുള്ള ആശാന്റെ വസന്തം എന്ന് പറയുമ്പോൾ ഏതാണ്? ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗം. ഏതാ? വസന്തതിലകത്തിൽ എഴുതിയിരിക്കുന്നത് വീണപൂവാണ്. വീണപൂവ് കാവ്യം എന്തിലാണ് എഴുതിയിരിക്കുന്നത്? വസന്തതിലകത്തിലാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ എന്ന് ചോദിക്കുന്ന വൃത്തം. ഓക്കെ, വിയോഗിനി വൃത്തം വസന്തതിലക വൃത്തം. പ്രധാനപ്പെട്ട വൃത്തങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? ഉദ്ഗതാവൃത്തം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യം. ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടെ ശാകുന്തള വിവർത്തനം ഏത്? പ്രധാനപ്പെട്ട ശാകുന്തള വിവർത്തനം നോക്കൂ. വിവർത്തനത്തിൽ നിന്ന് ഇത് 2ാമത്തെ ചോദ്യമാണ്. 3ാമത്തെ ചോദ്യമാണ്. ഉന്മീലനം ചോദിച്ചിട്ടുണ്ടല്ലോ. ഇപ്രാവശ്യം വിവർത്തനത്തിൽ നിന്ന് കുറെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ വിവർത്തനം എന്നുള്ള ടോപ്പിക് പഠിക്കാതെ വിട്ടവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. പറഞ്ഞേ, ഇത് വേണമെങ്കിൽ നാടകവുമായി കണക്ട് ചെയ്യാവുന്ന ചോദ്യമാണെന്നും വേണമെങ്കിൽ പറയാം. പറഞ്ഞേ, ആറ്റൂർ കൃഷ്ണ പിഷാരടി അദ്ദേഹത്തിന്റെ നാടക വിവർത്തനം. ശാകുന്തള വിവർത്തനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അഭിജ്ഞാന ശാകുന്തള ആദ്യമായിട്ട്
കാളിദാസന്റെ ശാകുന്തളം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാ? 1882 കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അദ്ദേഹം ആദ്യം കേരളീയ ഭാഷാ ശാകുന്തളം, പേര് എഴുതി വെച്ചോ, ഭാഷാ ശാകുന്തളം എന്നല്ല, കേരളീയ ഭാഷാ ശാകുന്തളം എന്ന പേരിലും, രണ്ടാമത് പിന്നീട് അത് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ മണിപ്രവാള ശാകുന്തളം എന്ന പേരിലും, മണിപ്രവാള ശാകുന്തളം എന്ന പേരിലും മാറ്റി. ഓക്കെ, കേരളീയ ഭാഷാ ശാകുന്തളം, മണിപ്രവാള ശാകുന്തളം എന്ന പേരിലും അദ്ദേഹം മാറ്റി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആറ്റൂർ കൃഷ്ണ പിഷാരടി 1936 ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടെ ശാകുന്തള വിവർത്തനം വരുന്നത്. അദ്ദേഹത്തിന്റെ ശാകുന്തള വിവർത്തനത്തിന്റെ പേരെന്താ മക്കളെ? കേരള ശാകുന്തളം എന്നാണ്. കേരളീയ ഭാഷാ ശാകുന്തളം, അതാണ് ആരുടെ? കേരളവർമ്മയുടെ കേട്ടോ. കേരളവർമ്മയുടെ കേരളീയ ഭാഷാ ശാകുന്തളം. കേരള ശാകുന്തളം ആരുടേതാണ്? ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടേതാണ്. അഭിജ്ഞാന ശാകുന്തളം, ഇവിടെ അഭിജ്ഞാന ശാകുന്തളം കണ്ടു. കാളിദാസന്റെ ശാകുന്തളം അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ PG രാമയ്യർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തനം ചെയ്തിട്ടുണ്ട് അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ. M ഗോവിന്ദപിള്ള അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇനി വള്ളത്തോള് വിവർത്തനം ചെയ്തപ്പോഴും എന്ത് പേര് തന്നെ സ്വീകരിച്ചത്? അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത്. DP ഉണ്ണി അദ്ദേഹം എന്ത് പേരിലാണ്? അഭിജ്ഞാന ശാകുന്തളം. കുട്ടിക്കൃഷ്ണമാരാര് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും എന്ത് പേരാണ് സ്വീകരിച്ചത്? അഭിജ്ഞാന ശാകുന്തളം എന്ന പേരാണ് സ്വീകരിച്ചത്. ക്ലിയർ അല്ലേ? തിരുനെല്ലൂർ കരുണാകരനും CV വാസുദേവ ഭട്ടതിരിയും എന്ത് പേരിലെ? അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ തന്നെയാണ് കൃതികൾ രചിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മലയാള ശാകുന്തളം കിടക്കുന്നുണ്ടല്ലോ. ഇതാരുടെയാ മലയാള ശാകുന്തളം? AR രാജരാജവർമ്മയാണ് മലയാള ശാകുന്തളം എന്ന പേരിൽ കൃതി രചിച്ചത്. കിട്ടിയോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയതും പലപ്പോഴും തെറ്റിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങുകയാണ്. 51ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ദ്രാവിഡ മൂലഭാഷയ്ക്ക് ആറ്റൂർ നൽകിയ പേരെന്ത്? ചെന്തമിഴ്, മുത്തമിഴ്, കരിന്തമിഴ്, കൊടുന്തമിഴ്. ചെന്തമിഴ്, മുത്തമിഴ്, കരിന്തമിഴ്, കൊടുന്തമിഴ്. ഇത് ഈ പരീക്ഷ കഴിഞ്ഞ സമയത്ത് നമുക്കൊരു ഡൗട്ടായിട്ട് നിന്ന ചോദ്യമാണ്. ആൻസർ കീ പ്രകാരം LBS സെന്റർ പ്രസിദ്ധീകരിച്ച ആൻസർ കീ പ്രകാരം വന്നത് മുത്തമിഴ് എന്നുള്ള ആൻസർ ആണ് കേട്ടോ. വന്നത്. ഈ മുത്തമിഴ് എന്നാണ് പേര് ആറ്റൂർ നൽകിയത് എന്ന് നിങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ റെഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് എങ്കിൽ എനിക്കതൊന്ന് അയച്ചു തരണേ. കാരണം നമ്മുടെ നോട്ടിൽ ഞാൻ ഈ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ വന്ന് ഈ ക്വസ്റ്റ്യൻ മുത്തമിഴ് എന്ന പേരിൽ തന്നെയാണ് ആൻസർ കീയിൽ വന്നു വെച്ചെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തും. അതല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം ഇന്ന പേര് നൽകി എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, 52ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. തളിര് എന്ന മാസിക ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്ന നിലയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. തളിര് മാസിക ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തളിര് മാസിക. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളോ ആപ്തവാക്യങ്ങളോ ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കൂ. ഏതാണ്? കേരള ഫോക്ലോർ അക്കാദമി, കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാക്ഷരതാ മിഷൻ. തളിര് എന്ന മാസിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. തളിര് ഏതാണ്? തളിര് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? യെസ്, തളിര് എന്നുള്ളത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ് തളിര്. ഓക്കെ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ഏതാ? കേരള ഫോക്ലോർ അക്കാദമിയുടെ മാസികയുടെ പേരെന്താ? കേരള ഫോക്ലോർ അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരിലാണ്. യെസ്,
പൊലി എന്നാണ് മാസികയുടെ പേര്. പൊലി എന്നാണ് മാസികയുടെ പേര്. കേരള ഫോക്ലോർ അക്കാദമി. ഓക്കെ, ഇനി ഇവിടെ ഏതാ തന്നിരിക്കുന്നത്? കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏതാ? വിജ്ഞാന കൈരളി. വിജ്ഞാന കൈരളി. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാസികയുടെ പേരെന്താണ് മക്കളെ? വിജ്ഞാന കൈരളി എന്നാണ്. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാസികയുടെ പേരെന്താണ്? വിജ്ഞാന കൈരളി എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി എന്താണ്? സാഹിത്യ ലോകവും സാഹിത്യ ചക്രവാളവും. സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം ആരുടേതാ? കേരള സാഹിത്യ അക്കാദമിയുടേതാണ്. കേരള സാഹിത്യ അക്കാദമി. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ കേട്ടോ വേറൊരു കാര്യം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഏതാ? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുറീക്കയാണ്. യുറീക്ക. യുറീക്ക ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റേതാണ് യുറീക്ക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളും അവയുടെ മാസികകളും. അടുത്ത ചോദ്യം, 53ാമത്തെ ചോദ്യം. ദി ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി എഴുതിയത് ആരാണ്? ദി ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? ഫെമിനൈൻ മിസ്റ്റിക്. ബെറ്റി ഫ്രെഡൻ, വിർജീനിയ വുൾഫ്, അലൻ ഷോൾവാൾട്ടർ, വാൾട്ടർ ബെഞ്ചമിൻ. വാൾട്ടർ ബെഞ്ചമിൻ അല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചോ. ഈ 3 ഏത് എന്ന് പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ഇവിടെ എയും ബി ഒക്കെ വരുന്നുണ്ട്. ദി ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള കൃതി ബെറ്റി ഫ്രൈഡന്റേതാണ്. ബെറ്റി ഫ്രൈഡന്റേതാണ് ദി ഫെമിനൈൻ മിസ്റ്റിക്. ഇനി തെറ്റിക്കരുത്. ഓക്കെ, ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള കൃതി ബെറ്റി ഫ്രൈഡന്റേതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 54ാമത്തെ ചോദ്യം. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പറഞ്ഞേ. കൊല്ലമാണോ, കാസർഗോഡാണോ, തൃശ്ശൂരാണോ, തിരുവനന്തപുരമാണോ? സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂരാണ്. സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? തൃശ്ശൂരാണ്. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കളെ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരം. ക്ലിയർ അല്ലേ? 55ാമത്തെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യം. 55ാമത്തെ ചോദ്യം. ഞാൻ എന്നിലൂടെ കാലപ്പകർച്ചകൾ എന്റെ കഥ. ആത്മകഥകളാണ് അല്ലെ? കുഞ്ഞുണ്ണി, മാധവിക്കുട്ടി, NN പിള്ള, ദേവകി നിലയങ്കോട്. എളുപ്പാണ്, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. ആരുടെയൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ഞാൻ എന്നുള്ള ആത്മകഥ ആരുടെയാ? ഞാൻ എന്നുള്ള ആത്മകഥ, ഞാൻ എന്നുള്ള ആത്മകഥ എഴുതിയത് ആരാണ്? യെസ്, NN പിള്ളയാണ് അല്ലെ? അപ്പൊ NN പിള്ള 3 ഞാൻ എന്നുള്ള ആത്മകഥ എഴുതിയത് NN പിള്ളയാണ്. അപ്പൊ A3 ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. ഇത് വെട്ടിക്കളഞ്ഞു, ഇതും വെട്ടിക്കളഞ്ഞു. ഇനി ഇത് രണ്ടും ഉണ്ട്. എന്നിലൂടെ എന്നുള്ള ആത്മകഥ ആരെയാ? എന്നിലൂടെ ആരുടേതാ? കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ. B1. അപ്പോഴും നമുക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി എന്നുള്ളത് കെട്ടി ഉറപ്പിക്കാൻ വരട്ടെ. ബബിളിംഗ് ആണ് അല്ലെ? കാലപ്പകർച്ചകൾ ആരുടേതാണ്? ദേവകി നിലയങ്കോടിന്റേതാണ്. കാലപ്പകർച്ചകൾ ദേവകി നിലയങ്കോടിന്റേതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഏതാ? എന്റെ കഥ ആരുടേതാ? മാധവിക്കുട്ടിയുടേതാണ്. എന്റെ കഥ എന്നുള്ള ആത്മകഥ എഴുതിയത് ആരാണ്? മാധവിക്കുട്ടിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ 15 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.